നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സിലെ മദ്യസംഭരണ കേന്ദ്രത്തിലെ അഗ്നിബാധ. 5 കോടിയുടെ നഷ്ടം. 5 മാസത്തേക്ക് ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ വിതരണം ചെയ്യാനുള്ള മദ്യമാണ് കത്തി നശിച്ചത്. ശാസ്താനടയ്ക്ക് സമീപം വീട് കത്തിച്ചതായി പരാതി. അമ്പലത്തും ഭാഗം തുണ്ടിൽ വീട്ടിൽ ഗീതയുടെ വീടാണ് കത്തിച്ചത്. കഴിഞ്ഞ രാത്രിയാണ് സംഭവം. വാക്കുതർക്കത്തെ തുടർന്ന് യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമം. സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. ഉളിയക്കോവിൽ ശ്രീഭദ്ര നഗർ സ്വദേശി ശ്യാമാണ് പിടിയിലായത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ്. തഴവ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പുതിയ കെട്ടിട നിർമ്മാണം ടെൻഡർ ചെയ്തു. CR മഹേഷ് MLA ആണ് ഇക്കാര്യം അറിയിച്ചത്. 2 ഘട്ടങ്ങളിലാണ് കെട്ടിട നിർമ്മാണം. വിശദമായ വാർത്തകളിലേക്ക്. തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സിലെ മദ്യസംഭരണ കേന്ദ്രത്തിലെ അഗ്നിബാധയിൽ 5 കോടിയുടെ നഷ്ടം. 5 മാസത്തേക്ക് ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ വിതരണം ചെയ്യാനുള്ള മദ്യമാണ് കത്തി നശിച്ചത്. സമീപത്തെ മേൽക്കൂരയിൽ വെൽഡിംഗ് ജോലിക്കിടെ തീ പടർന്നതാണെന്നാണ് നിഗമനം. തിരുവല്ല പുളിക്കീഴിലെ മദ്യവിതരണ കേന്ദ്രത്തിലുണ്ടായ അഗ്നിബാധയിൽ ബിവറേജസ് കോർപ്പറേഷന് 5 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. തീപിടുത്തത്തിൽ 45,000 കേസ് മദ്യമാണ് കത്തി നശിച്ചത്. കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. ഭയങ്കര ബ്ലാസ്റ്റ് ഉണ്ടോ? ബിവറേജസ് കോർപ്പറേഷൻ MD ഹർഷിത അട്ടല്ലൂരി സ്ഥലം സന്ദർശിച്ച് വിവരങ്ങൾ ആരാഞ്ഞു. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലേക്ക് വിതരണം ചെയ്യാനുള്ള മദ്യമാണ് കത്തി നശിച്ചത്. ബിയർ സംഭരിച്ചിരുന്ന സ്ഥലത്തേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. കെട്ടിടവും ഗോഡൌണും പൂർണ്ണമായും കത്തി നശിച്ചു. കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് വെൽഡിംഗ് ജോലികൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതിൽ നിന്നും തീ പടർന്നതാകാമെന്നാണ് നിഗമനം. തിരുവല്ലയിൽ നിന്നുമെത്തിയ അഗ്നിരക്ഷാസേന യൂണിറ്റുകളാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ വിരോധം മൂലം യുവാവിനെ കമ്പിവടി കൊണ്ട് മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. സംഭവത്തിൽ യുവാവ് അറസ്റ്റിലായി. ഉളിയക്കോവിൽ ശ്രീഭദ്ര നഗർ 131 ചെമ്പൻ എന്ന ശ്യാമാണ് പിടിയിലായത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ശക്തികുളങ്ങര കന്നിമേൽച്ചേരിയിൽ ആശാഭവനത്തിൽ സുനിൽകുമാറിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഉളിയക്കോവിൽ ശ്രീഭദ്ര നഗർ 131 29-കാരനായ ചെമ്പൻ എന്ന ശ്യാം പിടിയിലായത്. തിങ്കളാഴ്ച പുലർച്ചെ തോപ്പിൽക്കടവ് ഭാഗത്തായിരുന്നു സംഭവം. ശ്യാമും സുഹൃത്തുക്കളും സുനിൽകുമാറിനോടൊപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലുണ്ടായ തർക്കമാണ് അക്രമത്തിന് കാരണമായത്. കമ്പിവടി കൊണ്ട് സുനിലിന്റെ തലയിലും ദേഹത്തും അടിച്ച് മുറിവേൽപ്പിക്കുകയായിരുന്നു. നിരവധി നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബോട്ടിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴായിരുന്നു പോലീസ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തഴവയിൽ സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പുതിയ കെട്ടിട നിർമ്മാണം ടെൻഡർ ചെയ്തു. CR മഹേഷ് MLA ആണ് ഇക്കാര്യം അറിയിച്ചത്. 2 ഘട്ടങ്ങളിലാണ് കെട്ടിട നിർമ്മാണം നടത്തുന്നത്. 1ാം ഘട്ടമായി 3 നിലകളുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. 1ാം ഘട്ടമായി 3 നിലകളുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. ഇതിനാണ് ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത്. 2 ഘട്ടങ്ങളിലായി 12,393 സ്ക്വയർ ചതുരശ്ര മീറ്റർ അളവിലുള്ള കെട്ടിടമാണ് ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ 5,197 ചതുരശ്ര മീറ്റർ കെട്ടിട നിർമ്മാണമാണ് ടെൻഡർ ചെയ്തിട്ടുള്ളത്. പുതിയ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി തടസ്സങ്ങൾ നേരിട്ടിരുന്നു. കരുനാഗപ്പള്ളി IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും അനുവദിച്ച വസ്തുവിലാണ് പുതുതായി കോളേജ് കെട്ടിട നിർമ്മാണം നടത്തുന്നത്. അഗ്നിരക്ഷാസേന വാഹനങ്ങൾക്ക് അത്യാവശ്യ സമയത്ത് പ്രവേശിക്കേണ്ടതിനാൽ IHRDയുടെ പ്രത്യേക അനുവാദം ലഭ്യമാക്കി. ഇതിനായി MLAയുടെ ആവശ്യപ്രകാരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നാണ് അനുമതി ലഭ്യമാക്കിയത്. നിവാസികളുടെ ഒരു സ്വപ്നം കൂടി, ഒരാവശ്യം കൂടി സാക്ഷാത്കാരം ആവാൻ പോവുകയാണ്, സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ്. ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗവൺമെൻറ് കോളേജ് ഇല്ലാത്ത എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ഒരു കോളേജ് എന്ന പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി കരുനാഗപ്പള്ളിയിൽ ആരംഭിച്ച ഗവൺമെൻറ് കോളേജിന് ഇതുവരെ നമുക്ക് ആസ്ഥാന മന്ദിരം പണി ആരംഭിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ
എഞ്ചിനീയറിംഗ് കോളേജിൽ അനുവദിക്കപ്പെട്ട 5 ഏക്കർ സ്ഥലത്ത് 18.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയൊരു ക്യാമ്പസിന്, ഒരു ഗവൺമെൻറ് ക്യാമ്പസിന്, ഒരു ഗവൺമെൻറ് കോളേജിന് ടെൻഡർ നടപടി പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു സന്തോഷമാണ്. ഞാൻ ഈ കഴിഞ്ഞ 4 വർഷവും ഇതിൻ്റെ സാങ്കേതികമായ കുരുക്കുകൾ അടിച്ചെടുക്കുന്ന അതിൻ്റെ കൂടെ തന്നെയായിരുന്നു. ഏതായാലും എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് സ്ഥലം ലഭ്യമാക്കി ആ സ്ഥലത്ത് പണിയാനുള്ള കെട്ടിടത്തിൻ്റെ സാങ്കേതിക അനുമതി നേടിയെടുത്ത് ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയാണ്. ഇനി എത്രയും പെട്ടെന്ന് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നമുക്ക് കെട്ടിടത്തിൻ്റെ പണി ആരംഭിക്കുകയും വളരെ വേഗത്തിൽ തന്നെ, ആവശ്യത്തിനുള്ള ഫണ്ടായിട്ടുണ്ട്, വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കെട്ടിടം പണി പൂർത്തീകരിച്ച് നമ്മുടെ കുട്ടികളെ ആ കോളേജിൽ, പുതിയ കോളേജ് കെട്ടിടത്തിൽ ഇരുത്തി പഠിപ്പിക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമുള്ള നിർമ്മാണം നടത്തുന്നതിനാൽ വീണ്ടും എസ്റ്റിമേറ്റിലും ഘടനയിലും ആവശ്യമായ ഭേദഗതി വരുത്തി. കഴിഞ്ഞ ജനുവരി 25-ന് ചേർന്ന കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗം 18.85 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി നൽകി. തുടർന്ന് സാങ്കേതിക അനുമതി ലഭ്യമാക്കാൻ കാലതാമസമുണ്ടായതിനാൽ CR മഹേഷ് MLA നിർദ്ദേശപ്രകാരം മാർച്ച് 24-ന് നിയമസഭാ കോംപ്ലക്സിൽ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറുടെയും കിഫ്ബി അധികൃതരുടെയും യോഗം ചേർന്നു. ഏപ്രിൽ 5-ന് ചേർന്ന സാങ്കേതിക കമ്മിറ്റിയിൽ അനുമതി ലഭിച്ചു. തുടർന്നാണ് മെയ് 5-ന് ടെൻഡർ ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി കാട്ടിൽക്കടവ് മേൽപ്പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് CR മഹേഷ് MLA അറിയിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. TS കനാലിന് കുറുകെ ബോസ്ട്രിംഗ് മാതൃകയിൽ പാലത്തിന്റെ സെൻട്രൽ പ്ലാൻ രൂപരേഖ പുതുക്കി പരിഷ്കരിച്ച് സമർപ്പിച്ചിരുന്നു. കാട്ടിൽക്കടവ് ഭാഗത്ത് 25 മീറ്റർ വരുന്ന 3 സ്പാനുകളും 12.5 മീറ്റർ വരുന്ന 3 സ്പാനുകൾ നിർമ്മിച്ച് നീളം പരമാവധി റോഡിൽ എത്തുന്ന തരത്തിലാണ് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. റോഡ് നിർമ്മാണത്തിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് ഓട കടന്നുപോകുന്നതിനാൽ ഇൻലാൻഡ് നാവിഗേഷന്റെ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് മുൻനിർത്തി വീണ്ടും 2 മീറ്റർ ഉയരത്തിലും 15 മീറ്റർ നീളത്തിലും അധികമായിട്ട് പാലം നിർമ്മിക്കുന്നതിന് എസ്റ്റിമേറ്റ് പരിഷ്കരിച്ചു. പാല നിർമ്മാണത്തിന് കാലതാമസം നേരിട്ടപ്പോൾ CR മഹേഷ് MLA അടിയന്തരമായി യോഗം വിളിച്ചു ചേർക്കുകയും എസ്റ്റിമേറ്റിൽ ആവശ്യമായ ഭേദഗതി വരുത്തുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അതിന് പ്രകാരം 44.49 കോടി രൂപയുടെ അന്തിമ ഭരണാനുമതിക്കായി കിഫ്ബിയിൽ സമർപ്പിച്ചു. തുടർന്നാണ് കാട്ടിൽക്കടവ് മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തി ടെൻഡർ ചെയ്യുന്നതിന് കിഫ്ബി എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചത്. തുടർന്ന് നടപടികൾ ആരംഭിച്ചു. 5 കമ്പനികൾ ടെൻഡർ സമർപ്പിക്കുകയും ചെയ്തു. വിശദമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നൽകിയ ടെൻഡർ അംഗീകരിച്ചു. നിയമപരമായ നടപടിക്രമത്തിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതതല സമിതിയുടെ അംഗീകാരത്തിനായി നൽകി. ഉടൻ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമെന്നും CR മഹേഷ് MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നിർമ്മാണം പൂർത്തിയാകാതെ ശാസ്താംകോണം കുടിവെള്ള പദ്ധതി 3 കൊല്ലം മുമ്പ് പണം അനുവദിച്ച് നിർമ്മാണം തുടങ്ങിയെങ്കിലും പദ്ധതി പാതി വഴിയിലാണ്. ബൂസ്റ്റർ ടാങ്ക് നിർമ്മിക്കാൻ ഭൂമി വിട്ടുകിട്ടാത്തതാണ് നിർമ്മാണം മുടങ്ങാൻ കാരണം. 150ഓളം കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. പുനലൂർ നഗരസഭയിൽ ഏറ്റവും അധികം ജലക്ഷാമം നേരിടുന്ന വാർഡുകളിലൊന്നായ ശാസ്താംകോണത്തിന് വേണ്ടി 2021-22 സാമ്പത്തിക വർഷത്തിൽ ആരംഭിച്ച പദ്ധതിയാണിത്. പുനലൂർ MLAയും മന്ത്രിയുമായിരുന്ന K. രാജുവിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 30 ലക്ഷം രൂപയും നഗരസഭയുടെ വിഹിതമായ 40 ലക്ഷം രൂപയും ചേർത്ത് മൊത്തം 70 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ അടങ്കൽ. കല്ലടയാറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത പുനലൂർ ജലവിതരണ പദ്ധതിയുടെ കുഴലുകൾ വഴി വാർഡുകളിലെത്തിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി ശാസ്താംകോണം കുന്നംപുറത്ത് സംഭരണിയുടെ നിർമ്മാണവും തുടങ്ങിയിരുന്നു. കല്ലടയാറിനോട് ചേർന്ന ശിവൻകോവിൽ കടവിൽ ബൂസ്റ്റർ ടാങ്ക് നിർമ്മിച്ചാലേ വളരെ ഉയരത്തിലുള്ള വാർഡിൽ വെള്ളം എത്തിക്കാനാകൂ. ഇതിനായി തൃക്കോതേശ്വരം ക്ഷേത്രത്തിന് സമീപം കല്ലടയാറിനോട് ചേർന്ന് 2.50 സെന്റ് ഭൂമി ഉപയോഗിക്കാൻ 2022 ഡിസംബറിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അനുമതി നൽകിയിരുന്നു. പ്രതിമാസം 1875 രൂപ വാടക നിശ്ചയിച്ചാണ് സ്ഥലം അനുവദിച്ചത്. എന്നാൽ വാടക ഒഴിവാക്കിയോ കുറച്ചോ ഭൂമി നഗരസഭയ്ക്ക് വിട്ടു നൽകണമെന്ന് അഭ്യർത്ഥിച്ച് വാർഡ് കൗൺസിലർ ശ്രീജ പ്രസാദ് ദേവസ്വം മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കൾ ദേവസ്വം ബോർഡിന് വാടക നൽകുന്നത് പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കത്ത്. പക്ഷേ 2 വർഷത്തോളമായും അന്തിമ തീരുമാനമായിട്ടില്ല. ഇതാണ് പദ്ധതി വൈകാൻ പ്രധാന കാരണം. കുന്നുംപുറത്ത് 2023 സെപ്റ്റംബറിൽ ആരംഭിച്ച സംഭരണി നിർമ്മാണവും 1.5 വർഷത്തിനു ശേഷവും പൂർത്തിയായിട്ടില്ല. 15 മീറ്റർ ഉയരവും 30,000 ലിറ്റർ സംഭരണ ശേഷിയുമുള്ള സംഭരണി നിർമ്മാണത്തിന് MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 30 ലക്ഷം രൂപയാണ് ചിലവഴിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെരുവുനായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ നടത്തുന്നത്. 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് 15-ന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തെരുവുനായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. തെരുവുനായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുക ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്ന സന്ദേശമുയർത്തിയാണ് ക്യാമ്പയിൻ നടത്തുന്നത്. അനുദിനം തെരുവുനായ്ക്കളുടെ കടിയേറ്റ് നമ്മുടെ ഒത്തിരിയേറെ സഹോദരങ്ങൾ വളരെ ദാരുണമായ രീതിയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന ഒരു ചിത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വളർത്തുമൃഗങ്ങളെ അല്ലാതെ ഇതുപോലെ ഉള്ള മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷനൊക്കെ ഉണ്ട്. ആ ഓർഗനൈസേഷൻ്റെ പേരിൽ തന്നെ IAS ഉദ്യോഗസ്ഥന്മാർ നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അത്തരം ബോർഡുകളുടെ ഭാഗത്തു നിന്ന് സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കാര്യമാണ്, നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യമാണല്ലോ പറയാനുള്ളത്. ചീഫ് സെക്രട്ടറി മുതൽ DGP വരെയുള്ള ആളുകൾക്ക് സർക്കുലർ അയച്ചിട്ടുണ്ട്. ആ സർക്കുലറിൽ പ്രതിപാദിക്കുന്നത് വളരെ അടിയന്തരമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതുപോലെ ഇത്തരം മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഓർഗനൈസേഷനുമൊക്കെ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന, തെരുവിൽ അകപ്പെട്ടിരിക്കുന്ന ഇത്തരം ജീവികളെ അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, കഞ്ഞിപ്പുര, ഗോശാല ഇതുപോലുള്ള സ്ഥാപനങ്ങളുണ്ടാക്കി അവയെ അവിടെ വളർത്തുകയും അതുപോലെ തന്നെ പ്രത്യുത്പാദനം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെറിലൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും അവർക്ക് ആവശ്യമായ സുഭിക്ഷമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഈ കേരളത്തിൽ അത്തരമൊരു കാര്യത്തിന് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ് ദയനീയമായ സാഹചര്യം. മെയ് 15 മുതൽ ജൂൺ 15 വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിലെ 500ഓളം റെസിഡൻസ് അസോസിയേഷനുകളെയും കൂട്ടിയോജിപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം കമാലം മാഖിയിൽ, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, ജില്ലാ ജനറൽ സെക്രട്ടറി BR ഭദ്രൻ, ബിജു സാരംഗി, റിയാസ് പുലരിയിൽ, KN അനിരുദ്ധൻ, അൻഷാദ് അരൂർ, G അനിൽകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാത്ത സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് BJP കൊല്ലം ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ്. BJP ഏരൂർ വാർഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജീവ് പ്രസാദ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല എന്ന് BJP കൊല്ലം ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് പറഞ്ഞു. BJP ഏരൂർ വാർഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജീവ് പ്രസാദ്. സമയത്ത് നമ്മളോടൊക്കെ പ്രകടനപത്രത്തിൽ പറഞ്ഞ കാര്യമുണ്ടെന്ന ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം എല്ലാവർക്കും വീട് നൽകും, കുടിവെള്ളം എത്തിക്കും, വൈദ്യുതി എത്തിക്കും, സ്വയം തൊഴിൽ സംരംഭങ്ങൾ നമ്മുടെ ജില്ലകൾക്ക് കേന്ദ്രീകരിച്ച് സ്ഥാപിക്കും, അതേപോലെ തന്നെ PSC എഴുതിയിരിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥർക്കും നിയമനം നടത്തും എന്നൊക്കെ അവകാശവാദങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ നൽകിക്കൊണ്ടാണ്, അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. പക്ഷേ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കഥകളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെയും പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാൻ സാധിക്കും. കാരണം ഇന്ന് ലൈഫ് മിഷൻ പദ്ധതി, ആ ലൈഫ് മിഷൻ പദ്ധതിക്ക് വീട് നൽകാൻ നമ്മുടെ പഞ്ചായത്തുകൾ ഫണ്ടില്ല. അതേപോലെ തന്നെ കുടിവെള്ളം എത്തിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ നമ്മുടെ ഗവൺമെന്റുകൾക്ക് സാധിക്കുന്നില്ല. കുടുംബശ്രീക്ക് കൊടുക്കാൻ ഫണ്ടില്ല. ആശാപ്രവർത്തകർക്ക് അവരുടെ വേതനം നൽകാൻ നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിൽ പൈസയില്ല. പാവപ്പെട്ട അമ്മമാർക്ക് 65 വയസ്സ് കഴിഞ്ഞ അമ്മമാർക്ക് വാർദ്ധക്യ പെൻഷൻ നൽകാൻ പോലും നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിൽ പൈസയില്ല. കാരണം നമ്മുടെ മന്ത്രിമാർക്കും അതേപോലെ തന്നെ മന്ത്രിപുത്രന്മാർക്കും MLA-മാർക്കും ഒക്കെ വിദേശ പര്യടനം നടത്താനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പൈസയുണ്ട്. പക്ഷേ സാധാരണക്കാരന് ആവശ്യമായ അല്ലെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതികൾ നടപ്പിലാക്കാനും നമ്മുടെ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ലൈഫ് മിഷൻ പദ്ധതിക്കും വാർദ്ധക്യ പെൻഷൻ അടക്കം ഫണ്ടില്ല എന്ന് പറയുന്ന മന്ത്രിമാരും MLA-മാരും വിദേശ പര്യടനങ്ങൾ നടത്താൻ പണം ചിലവഴിക്കുകയാണെന്നും അവർ ആരോപിച്ചു. വാർഡിലെ മികച്ച കർഷകരെയും കലാകാരന്മാരെയും പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി ആലഞ്ചേരി ജയചന്ദ്രൻ, BJP മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി, ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമേഷ് ബാബു, പത്മകുമാരി, BJP ജില്ലാ കമ്മിറ്റി അംഗം സുമൻ ശ്രീനിവാസൻ, ശ്രീന ഉദയൻ, G ബാലചന്ദ്രൻ പിള്ള, വൈക്കൽ വിജയൻ, അനിൽകുമാർ, അരുൺ, P വിഷ്ണു, ചന്ദ്രലേഖ, സുജാത, ശ്യാമള, അഞ്ജു അഭിലാഷ്, സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ലഹരി വിരുദ്ധ പദയാത്ര സംഘടിപ്പിച്ചു. തേവലക്കര പടിഞ്ഞാറ്റക്കര മിത്ര സാംസ്കാരിക വേദിയുടെ വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ്
പദയാത്ര സംഘടിപ്പിച്ചത്. പ്രതിഗമനം 2025 എന്ന പേരിലാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. തെക്കുംഭാഗം SHO ശ്രീകുമാർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. തേവലക്കര പടിഞ്ഞാറ്റക്കര മിത്ര സാംസ്കാരിക വേദിയുടെ വാർഷികത്തോടനുബന്ധിച്ചാണ് ലഹരിവിരുദ്ധ പദയാത്ര സംഘടിപ്പിച്ചത്. പ്രതിഗമനം 2025 എന്ന പേരിലാണ് 3 ദിവസങ്ങളിലായി നീണ്ടുനിന്ന വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. പടിഞ്ഞാറ്റക്കര മിത്ര നഗറിലായിരുന്നു വാർഷികാഘോഷം. മിത്രയും തേവലക്കരയും ഒന്നിച്ചാണ് ലഹരിവിരുദ്ധ പദയാത്രയിൽ പങ്കെടുത്തത്. പ്ലോട്ട്, തെരുവ് നാടകം, ചെണ്ടമേളം എന്നിവയുടെ അകമ്പടിയോടെയാണ് ലഹരിവിരുദ്ധ പദയാത്ര നടത്തിയത്. കൺവീനർ കെ രഘുനാഥൻ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. അനുസ്മരണം, പുഷ്പാർച്ചന, മെഡിക്കൽ ക്യാമ്പ്, അമച്ചൂർ നാടക മത്സരം, കലാസന്ധ്യ തുടങ്ങിയവയും വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി നടത്തി. തെക്കുംഭാഗം SHO ശ്രീകുമാർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. എക്സൈസും പോലീസും സംയുക്തമായി ചേർന്ന് ലഹരി പിടിക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലെ സമയമാണിപ്പോൾ. അപ്പോൾ അതിന്റെ ഭാഗമായ ബോധവൽക്കരണവും പിന്നെ ഇവരെ ഇതിലും തിരിച്ചുകൊണ്ടുവരാനുള്ള പല പല പദ്ധതികളുമാണ് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിപത്തിൽ നിന്നും മോചിച്ചാൽ മാത്രമേ ഒരു നല്ല സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുത്ത് ഒരു നല്ല രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഉദ്യമത്തിന് നന്ദിയും കടപ്പാടും ഒന്നും അറിയിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സിലെ മദ്യസംഭരണ കേന്ദ്രത്തിലെ അഗ്നിബാധ. 5 കോടിയുടെ നഷ്ടം. 5 മാസത്തേക്ക് ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ വിതരണം ചെയ്യാനുള്ള മദ്യമാണ് കത്തി നശിച്ചത്. ശാസ്താനടയ്ക്ക് സമീപം വീട് കത്തിച്ചതായി പരാതി. അമ്പലത്തും ഭാഗം തുണ്ടിൽ വീട്ടിൽ ഗീതയുടെ വീടാണ് കത്തിച്ചത്. കഴിഞ്ഞ രാത്രിയാണ് സംഭവം. വാക്കുതർക്കത്തെ തുടർന്ന് യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമം. സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. ഉളിയക്കോവിൽ ശ്രീഭദ്ര നഗർ സ്വദേശി ശ്യാമാണ് പിടിയിലായത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ്. തഴവ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പുതിയ കെട്ടിട നിർമ്മാണം ടെൻഡർ ചെയ്തു. CR മഹേഷ് MLA ആണ് ഇക്കാര്യം അറിയിച്ചത്. 2 ഘട്ടങ്ങളിലാണ് കെട്ടിട നിർമ്മാണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.